ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പലതരം നാടോടി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു അമേരിക്കൻ നാടോടി കഥ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഒരു സാധാരണ നഴ്സാണ് കാരോളിൻ. തീരെ വയ്യാത്ത പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനെ നോക്കാനായിട്ട് കാരോളിൻ ഒരു ബംഗ്ലാവിലേക്ക് വരികയാണ്. ആ അപ്പൂപ്പന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയതിനു ശേഷമാണ് കാരോളിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ബംഗ്ലാവിൽ നിറയെ നിഗൂഢതകളാണ്, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ. പിന്നീട് അവളുടെ അന്വേഷണത്തിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതായത് അമേരിക്കയുടെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന ചില നാടോടികൾ ഉപയോഗിക്കുന്ന ചില താന്ത്രിക വിദ്യകളുണ്ട്, ഹൂഡോ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് എന്തോ ചില കാര്യങ്ങൾ ഈ ബംഗ്ലാവിൽ നടക്കുന്നുണ്ട്. അത് തേടിയിറങ്ങിയ കാരോളിൻ അവസാനം അവൾ കണ്ടെത്തിയത് ശരിക്കും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്തായിരിക്കും അത്? അതറിയാൻ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. പിന്നെ കഥ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചാൽ എനിക്കൊരു പ്രോത്സാഹനമാവും. എന്നാൽ നമുക്ക് ആരംഭിക്കാം. സിനിമയുടെ ആരംഭത്തിൽ ഒരു ആശുപത്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് കാരോളിൻ. കാരോളിൻ ആശുപത്രിയിൽ വന്നിട്ട് പ്രായമായിട്ടുള്ള ആളുകളെ നോക്കാനായിട്ട് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കേട്ടോ. അവളുടെ അച്ഛന് പ്രായമായി സുഖമില്ലാത്ത സമയത്ത് ഓരോ ജോലിയും പൈസ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് അച്ഛന് മര്യാദക്ക് അവൾക്ക് നോക്കാൻ പറ്റിയില്ല. അവസാനം അച്ഛൻ മരിച്ചുപോയി. ആ കുറ്റബോധം അത് തീർക്കാനായിട്ട് പല ഹോസ്പിറ്റലിലും വൃദ്ധരായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമായിട്ട് നോക്കുകയാണ് കാരോളിൻ. ഇപ്പോൾ അവൾ കാണുന്ന ഓരോ പ്രായമായ വ്യക്തികളിലും അവളുടെ അച്ഛനെ അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടിയാണ് അവൾ അവർ ജോലി ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കാരോളിൻ നോക്കിയിരുന്ന ഒരു അപ്പാപ്പൻ മരണപ്പെട്ടു പോവാണ്. എന്നാൽ ആ മനുഷ്യന്റെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ആരും അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാനായിട്ട് വരുന്നില്ല. അവരൊരു ഫോൺ വിളിച്ച് പറയാണ്, നിങ്ങൾ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയണം. ഇതെല്ലാം കൂടി ഇങ്ങനെ ആയപ്പോ കാരോളിന് ആകെ ഒരു മടുപ്പ് തോന്നുക. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഈ ആശുപത്രിയിൽ പല തവണയായിട്ട് ഇതിങ്ങനെ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ കണ്ട് മനസ്സാകെ മടുത്തുപോയ കാരോളിൻ ഈ ജോലി ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പത്രത്തിൽ അവൾ ഒരു പരസ്യം കാണുന്നത്, പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനെ നോക്കാനായിട്ട് വീട്ടിൽ നിന്ന് നോക്കാനായിട്ട് തന്നെ ഒരാളെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് കാരോളിൻ തീരുമാനിക്കുകയാണ്. ആ കാര്യം അവളുടെ കൂട്ടുകാരിയോടും പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരി പറയാണ്, കാരോളിൻ ആവശ്യമില്ലാതെ ഓവർ ആയിട്ടുള്ള സെന്റിമെന്റ്സും വെച്ച് നീ ഇങ്ങനെ നടക്കരുത് കേട്ടാ. നിനക്കൊരു നല്ല പ്രൊഫഷൻ ഉണ്ട്, നല്ലൊരു നേഴ്സാണ് നീ. എന്നിട്ടും ഒരു വീട്ടിൽ വെറും ഒരു കെയർ ടേക്കർ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പോരാത്തതിന് കാടിന് നടുവിലെ വലിയൊരു വീട്, അവിടെ പോയി നിന്ന് താമസിച്ച് വേണം നീ ആ ഒരു ജോലി ചെയ്യാനായിട്ട്. ഇതൊന്നും ചെയ്യേണ്ട കാരോളിൻ, ഇത് റിസ്ക് ആണെന്ന് പറയണം. എന്നാൽ കൂട്ടുകാരി പറഞ്ഞതൊന്നും കേൾക്കാതെ കാരോളിൻ പറയാണ്, എടി ഞാൻ ഇത് തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അപ്ലൈ ചെയ്തു. ആ ഒരു ജോലി ഇപ്പോൾ കാരോളിന് കിട്ടുകയാണ്. അധികം വൈകാതെ തന്നെ അവളുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ട് നേരെ ആ ഗ്രാമത്തിലെ വീട്ടിലേക്ക് പോവാണ്. ചെറിയൊരു കാടെല്ലാം കടന്നു വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങനെ അവസാനം കാരോളിൻ ആ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ എത്തി നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത് അതൊരു ചെറിയ വീടല്ല, വലിയ വീടാണ്, വലിയൊരു ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ നേരം കാരോളിൻ ഇങ്ങനെ വിളിച്ചു നോക്കി. അതുകൊണ്ട് ആരും വരാത്തത് കൊണ്ട് തന്നെ പതിയെ ഡോറ് തുറന്ന് അവൾ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ തീരെ വയ്യാതിരിക്കുന്ന ഒരു അപ്പൂപ്പൻ വീൽ ചെയറിലാണ്. അയാളുടെ മുടി വെട്ടിക്കൊടുക്കുന്ന അയാളുടെ ഭാര്യയായിട്ടുള്ള ഒരു മുത്തശ്ശി. അവൾ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വക്കീൽ അങ്ങോട്ടേക്ക് വരികയാണ്. വക്കീലിന്റെ കൈ തട്ടിയിട്ട് അവളുടെ കയ്യിലെ കുറെ ഡോക്യുമെന്റ്സ് എല്ലാം താഴെ വീണ് പോകുന്നുണ്ട്. അതെല്ലാം എടുത്തു കൊടുക്കാനായിട്ട് വക്കീലും സഹായിക്കുകയാണ്. അതുപോലെ തന്നെ വക്കീൽ അവളോടൊരു ക്ഷമ ചോദിക്കുന്നുണ്ട്. വന്ന പാട് തന്നെ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാത്തതിൽ സോറി കേട്ടോ, കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാണ്ടായിരുന്നു, ഞാൻ അതിന്റെ തിരക്കിലായിരുന്നു. അതായത് പ്രായമായ ഈ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഇവിടുത്തെ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഈ വക്കീലാണ്. ഈ വക്കീൽ തന്നെയാണ് ഒരു കെയർ ടേക്കറെ കിട്ടാൻ വേണ്ടിയിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തതും ഇന്നലെ കാരോളിനെ വിളിച്ച് സംസാരിച്ചതും. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ ഇവിടെ വെച്ച് കാരോളിനോട് പറയുന്നുണ്ട്, കാരോളിനെ ഇവിടെ നിന്ന് വേണം നീ ജോലി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആ കാണുന്ന അപ്പൂപ്പനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ബെൻ എന്നാണ്. ഇവിടുത്തെ രണ്ടാമത്തെ നിലയിൽ എന്തോ ഒരു മുറിയുണ്ട്, അവിടെ എന്തോ സാധനം എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നതാണ്. കൊടുക്കാവുന്നതിൽ വെച്ച് നല്ല ട്രീറ്റ്മെന്റ് എല്ലാം ആ ഒരു മുത്തശ്ശി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് നാളിങ്ങനെ പോകും, അധികം വൈകാതെ അദ്ദേഹം മരണപ്പെടും എന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. ആ മുത്തശ്ശിക്കാണെങ്കിൽ പ്രായമാവുകയും ചെയ്തു. അതുകൊണ്ടാണ് സഹായത്തിനായിട്ട് ഒരാളെ ഞങ്ങൾ നോക്കിയത്. പിന്നീട് കാരോളിനെ പരിചയപ്പെടുത്താനായിട്ട് അവളെയും കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ ഒരുമാതിരി ചൊറിഞ്ഞ സ്വഭാവ. അവളുടെ സംസാരം ശരിയില്ല, അവളുടെ നടപ്പ് ശരിയില്ല, അവളുടെ അത് ശരിയില്ല, ഇത് ശരിയില്ല. വരുന്ന ഓരോരുത്തർക്കും ഓരോ കുറ്റം കണ്ടുപിടിക്കലാണ് ഈ മുത്തശ്ശിയുടെ പരിപാടി. ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇവളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിന്ന് ആ ഒരു കെയർ ടേക്കർ പോയതുപോലെ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുമോ? ഇങ്ങനെ ഒരുമാതിരി ചൊറിഞ്ഞ രീതിയിൽ മുത്തശ്ശി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ആര് കേട്ടു? നമ്മുടെ കാരോളിൻ കേൾക്കുകയാണ്. ഇമാതിരി ചൊറിച്ചിലും കേട്ട് ഇവിടെ ജോലിക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അവൾ അപ്പം തന്നെ തിരിച്ചു പോകണം. എന്നാൽ അവളുടെ പിന്നാലെ വക്കീൽ ചെല്ലുന്നുണ്ട്, എന്റെ പൊന്നു കാരോളിനെ ഒന്ന് പറയുന്നത് മനസ്സിലാക്കി. കുറെ ദിവസമായി ഒരു കെയർ ടേക്കറെ ഞാൻ തപ്പി നടക്കുന്നു, ഒരുത്തനും ഇവിടെ നിൽക്കുന്നില്ല, ഒരാൾ ഇവിടെ നിൽക്കില്ല. ഒന്നാമത് ആ അപ്പൂപ്പിന് തീരെ വയ്യാതായി. അതിനുശേഷം ആ ഒരു മുത്തശ്ശിയുടെ മാനസികാവസ്ഥ വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് പോകരുത്, ഒന്ന് നിൽക്കുമോ? അതായത് വക്കീലിന് എങ്ങനെയെങ്കിലും ഒരാൾ ഇവിടെ ആക്കി കൊടുത്താൽ അയാൾ ഫ്രീ ആവും, അയാളുടെ ജോലി അതോടെ തീർന്നല്ലോ. അങ്ങനെ തിരിച്ചു പോകാൻ നിന്ന കാരോളിനെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളിപ്പോ വക്കീൽ അവിടെ നിർത്തിക്കുകയാണ്. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എന്റെ
സാധനങ്ങൾ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് കാരോളിൻ നേരെ അവളുടെ സ്ഥലത്തേക്ക് പോയിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഈ ബംഗ്ലാവിന്റെ അടുത്ത് എത്താനാകുന്ന സമയത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പ് എന്ന് അവളൊരു ഇച്ചിരി പെട്രോൾ അടിക്കുന്ന കാറിൽ. അതിനുശേഷം കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. തൊട്ടടുത്ത് തന്നെ ആ പെട്രോൾ പമ്പ് നടത്തുന്ന ആളുടെ വീട് കാരോളിൻ കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് അവൾ കയറാൻ നിൽക്കുന്ന സമയത്ത് വാതിലിന്റെ മുന്നിലായിട്ട് ചുവന്ന കളറുള്ള മണ്ണ് അതിങ്ങനെ നീളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചുമ്മാ അത് അവളൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു മുത്തശ്ശി കയ്യിലൊരു കുട്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ ആ ഒരു കോലം കണ്ട സമയത്ത് കാരോളിൻ ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം എന്താ പറയാ, കണ്ടാൽ ഒരു പേടിയാകുന്ന ഒരു കോലമായിരുന്നു ആ ഒരു മുത്തശ്ശിക്ക്. ഇപ്പൊ ആ മുത്തശ്ശിയുടെ മരുമകൾ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതേ നേരം തന്നെ ആ സ്ത്രീയുടെ മകൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ പെട്രോൾ അടിച്ചതിന്റെ കാശ് അത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാശ് തന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ കാരോളിൻ ആ കാശ് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. അതായത് ഒരുമാതിരി ഒരു പരിക്കൻ ഫാമിലി. ആ വന്ന ആളും അയാളുടെ ഭാര്യയും അയാളുടെ അമ്മയും എല്ലാവർക്കും എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉള്ളതുപോലെ. എന്തായാലും ഇതിനുശേഷം കാരോളിൻ നേരെ ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ട്. അവൾ അവളുടെ റൂമിൽ അവളുടെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെക്കുകയാണ്. ഇതിനുശേഷം ചുറ്റൊന്ന് നടന്നു കാണാനായിട്ട് അവൾ ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് ഈ ബംഗ്ലാവിന്റെ ഒരു പ്രത്യേകത അവൾ ശ്രദ്ധിക്കുന്നത്. ഇത്രയും ദൂരം നടന്നിട്ടും എവിടെയും ഒരു കണ്ണാടി കാണാനില്ല. മാത്രമല്ല കണ്ണാടി വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. അവിടെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. കണ്ണാടി മുന്നേ ഉണ്ടായിരുന്നു, അത് എടുത്തു മാറ്റിയതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഒന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് നേരെ കാരോളിൻ പോവാണ്. എന്നാൽ അവിടെ അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടേക്ക് വന്ന് അപ്പൂപ്പനോട് അവൾ സംസാരിക്കുകയാണ്. അപ്പൂപ്പ, ഞാൻ ഇന്ന് രാവിലെ വന്നായിരുന്നു, ഞാനാണ് കേട്ടോ ഇനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ കൈയും കാലും ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന അയാൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അതേ നേരം തന്നെ റൂമിൽ ഇരുട്ടായതുകൊണ്ട് കാരോളിൻ അവിടുത്തെ സ്വിച്ച് ഇട്ട് ലൈറ്റ് ഓൺ ആക്കുകയാണ്. ഇതേ നേരത്ത് കയ്യോ കാലോ അനക്കാൻ കഴിയാത്ത ഈ അപ്പൂപ്പനുണ്ടല്ലോ, പെട്ടെന്ന് കാരോളിന്റെ കയ്യിൽ കയറി ഇറുക്കിയൊരു പിടുത്താണ്. എന്തോ ഒരു കാര്യം അപ്പൂപ്പൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി എത്തുകയാണ്. മുത്തശ്ശി വന്ന ഉടനെ അപ്പൂപ്പന് കുടിക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് ഏത് സമയത്തൊക്കെ കൊടുക്കണമെന്ന് കാരോളിന് പറഞ്ഞു കൊടുക്കുകയാണ്. രാവിലെയും കൊടുക്കണം, രാത്രിയും കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും അപ്പൂപ്പനെ നന്നായിട്ട് കുളിപ്പിക്കണം, വൃത്തിയിൽ കൊണ്ടുപോയി നടക്കണം. ഈ ജോലി മാത്രം നീ ചെയ്താൽ മതി, വീട്ടിലെ ബാക്കിയുള്ള വേറെ ഒരു പണിയും നീ നോക്കണ്ട. എന്തായാലും ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്തോന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ കാരോളിൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി, നിങ്ങളിപ്പോ എത്ര വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്? അപ്പൊ മുത്തശ്ശി പറയുകയാണെങ്കിൽ എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1962 ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികളായിരുന്നു. അവരുടെ അച്ഛനമ്മമാര് വഴി പാരമ്പര്യമായിട്ട് കിട്ടിയതായിരുന്നു ഈ ഒരു വീട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ ഈ ഒരു വീട് വിൽക്കാനുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് മേടിച്ചത്. അവരുടെ ആ ഒരു പഴയ വസ്തുക്കളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ആ കുട്ടികളുടെ ഫോട്ടോ ആ കാണുന്നതെന്ന് പറഞ്ഞിട്ട് കാരോളിന് ഒരു ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ ഒരു ഫോട്ടോ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ അടുത്തായിട്ട് വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഒരു ബ്ലാക്ക് അമേരിക്കൻ കപ്പിൾ. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ കുട്ടികൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എന്തോ ഒരു പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ ഒന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല കാരോളിൻ. ഇതിനുശേഷം കാരോളിനോട് മുത്തശ്ശി ഒരു കാര്യം പറയാണ്. അതായത് ഈ ബംഗ്ലാവില് ഏകദേശം 30 മുകളിൽ റൂമുകളുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഓരോന്നിനും ഓരോ ചാവിയായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, എല്ലാത്തിനും കൂടി ഒരുമിച്ച് സ്യൂട്ടാവുന്ന രീതിയിൽ ഒരു ചാവി അങ്ങ് ഉണ്ടാക്കി. ഞാൻ അതിനൊരു പേരും വെച്ചു, സ്കെൽറ്റൽ കീ. പേരെങ്ങനെയുണ്ട്, പൊളിയല്ലേ? അതുപോലെ തന്നെ അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലുണ്ട്, ഒരെണ്ണം നീയും കയ്യിൽ വെച്ചു. എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് റൂമിലേക്ക് വേണമെങ്കിൽ നിനക്ക് പോവാം. ഈ സമയത്താണ് കാരോളിൻ ആ കാര്യം ചോദിക്കുന്നത്. അല്ല മുത്തശ്ശി, ഇത്രയും വലിയ വീട്ടില് കണ്ണാടി വെക്കാനായിട്ടുള്ള സ്ഥലം കാണുന്നുണ്ട്, എന്നാൽ ഒരു സ്ഥലത്തും ഒരു കണ്ണാടി പോലും കാണുന്നില്ലല്ലോ. അപ്പൊ മുത്തശ്ശി പറയണേ, എന്തിനാണ് ഈ കണ്ണാടിയെല്ലാം? അതിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വിഷമാണ്. എനിക്കൊക്കെ പ്രായമായല്ലോ, പിന്നെ അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അതെല്ലാം എടുത്തു മാറ്റിയത്. പിന്നെ മോക്ക് വേണമെങ്കിൽ മോളുടെ റൂമിൽ ഒരു കണ്ണാടി വെച്ചോ കേട്ടോ, അതിന് എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ നീ സ്മോക്ക് ചെയ്യാറുണ്ടോ? വേണമെങ്കിൽ ഒരു സിഗരറ്റ് തരാന്ന് പറയണം. അപ്പൊ കാരോളിൻ പറയണേ, ഏയ് വേണ്ട, എനിക്കിതിന്റെ സ്മെല്ല് തന്നെ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, ഇവിടുന്ന് പോയിക്കോ. കാരണം എനിക്കൊരു ദിവസം ഒരു 10 എണ്ണെങ്കിലും വലിക്കണം. തൽക്കാലം പോയി കിടന്നു, നാളെ രാവിലെ തന്നെ നമ്മുടെ ജോലി ആരംഭിക്കാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ അപ്പൂപ്പനെ നല്ലതുപോലെ കുളിച്ച് കുട്ടപ്പനാക്കി വൃത്തിയാക്കി ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അപ്പൂപ്പനെ ആ ഒരു വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് നേരെ ഗാർഡനിലേക്ക് വരികയാണ്. ഈ പച്ചക്കറിയും പൂക്കളുടെയൊക്കെ കുറച്ച് പരിപാടി ഈ മുത്തശ്ശിക്കുണ്ട്. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, നീ നേരെ മുകളിൽ പോയിട്ട് ഒരു റൂമുണ്ട്, അവിടെ ഞാൻ കുറച്ച് ചെടികളുടെ വിത്തും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂമിൽ വെച്ചാണ് അപ്പൂപ്പന് സ്ട്രോക്കും വന്നത്. അപ്പൊ ആ റൂമിലേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേന്ന് പറയാണ്. എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ കാരോളിൻ ചാവിയുമായിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞ ആ റൂമിൽ പോയിട്ട് അവിടുന്ന് ആ ഒരു വിത്തുകളൊക്കെ എടുക്കുകയാണ്. തിരിച്ചു പോകാൻ നേരത്താണ് കാരോളിൻ ആ കാര്യം കാണുന്നത്. ആ റൂമിന്റെ ഉള്ളിലായിട്ട് മറ്റൊരു റൂം, അതിന്റെ വാതിൽ ഇപ്പൊ കാരോളിൻ കാണുകയാണ്. എന്നാൽ അതിന്റെ മുൻഭാഗത്തായിട്ട് കുറെ അലമാരിയും കാര്യങ്ങളൊക്കെ വെച്ച് അതിങ്ങനെ മറച്ചു വെച്ചതുപോലെയാണ്. അതുപോലെ അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ എന്താണ് ഇതറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അവളുടെ ഉള്ളിൽ വരികയാണ്. അവൾ എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ആ ചാവി ഉപയോഗിച്ചിട്ട് റൂം തുറക്കാൻ നോക്കുകയാണ്. എന്നാൽ റൂം തുറക്കുന്നില്ല. പക്ഷേ മുത്തശ്ശി പറഞ്ഞത് ഇവിടെയുള്ള ഏത് റൂമും ഈ ചാവി വെച്ച് തുറക്കാന്നാണല്ലോ. എന്തായാലും മുകളിലേക്ക് പോയ കാരോളിനെ കാണാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശി താഴെ നിന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാരോളിൻ വേഗം താഴേക്ക് പോകുന്നുണ്ട്.
പോയവാട് തന്നെ സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് മുത്തശ്ശി, ആ റൂമിന്റെ ഉള്ളിൽ മറ്റൊരു റൂം ഞാൻ കണ്ടല്ലോ, അതെന്താ ഈ ചാവി കൊണ്ട് തുറക്കാൻ പറ്റുന്നത്? അപ്പൊ മുത്തശ്ശി പറയണ അതങ്ങനെയാണ്, ഞങ്ങളും കുറെ നോക്കിയതാ ഈ ചാവി വെച്ച് അതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോവാറുമില്ല. ഓക്കെ മുത്തശ്ശി ശരി, അന്ന് നമ്മുടെ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്നാണ് സ്ട്രോക്ക് വന്നേന്ന് പറയുന്നില്ലേ, അവിടെ വെച്ച് അദ്ദേഹം എന്താ കണ്ടത്? അപ്പൊ അവര് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്, എന്റെ പൊന്നെ കരോളിനെ, അതെങ്ങനെ എനിക്കറിയാം, മൂപ്പർക്കാണെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വേണമെങ്കിൽ നീ തന്നെ പോയി ചോദിച്ചോ എന്ന് പറയാം. പിന്നെ ഇതൊന്നും വലിയ കാര്യമാക്കാതെ കരോളിൻ അന്നത്തെ ദിവസം ആ ഒരു ജോലി എല്ലാം ചെയ്തു തീർക്കുകയാണ്. അങ്ങനെ രാത്രി, ഇന്നാണെങ്കിൽ രാത്രി നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇടിയും മിന്നലുണ്ട്. ഇതേ നേരത്താണ് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കരോളിൻ കേൾക്കുന്നത്. സോ ഇവിടെ മുതലാണ് ഈ കഥ അത് മറ്റൊരു ലെവലിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അതായത് കരോളിൻ മുകളിൽ നിന്നും ശബ്ദം കേട്ടല്ലോ, നേരെ മുകളിലേക്ക് പോവാണ്, അതായത് അപ്പൂപ്പന്റെ റൂമിലേക്ക്. റൂം പുറത്തുനിന്നാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ലോക്കും തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ അപ്പൂപ്പനെ കാണാനില്ല. അവൾ ആദ്യം ഒന്ന് ഞെട്ടുകയാണ്, ഈ അപ്പൂപ്പൻ എവിടെ പോയി എന്ന് കരുതിയിട്ട് അവൾ ആ റൂമിന്റെ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. പെട്ടെന്നാണ് അവൾ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്, റൂം പുറത്തുനിന്നല്ല ലോക്ക് ചെയ്തത്, അപ്പോ ഉള്ളിലുണ്ടായിരുന്ന അപ്പൂപ്പൻ പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. ഓടിച്ചെന്ന് റൂമിന്റെ ആ ഒരു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റൂമിനോട് ചേർന്ന് കിടക്കുന്ന ആ റൂഫ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ ഈ കാലിനും കൈയിനും വയ്യാത്ത തളർന്നു കിടക്കുന്ന ഈ അപ്പൂപ്പൻ അതിന്റെ മുകളിലൂടെ അങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോവുകയാണ്. കണ്ട വാർഡ് തന്നെ കരോളിൻ അപ്പൂപ്പനെ വിളിക്കുന്നുണ്ട്, അപ്പൂപ്പ ദയവ് ചെയ്ത് തിരിച്ചു വാ, അവിടെ നിന്നെങ്ങാനും തെന്നിയിട്ടുണ്ടെങ്കിൽ താഴെ പോയി വീഴുന്നു പറയണം. ഇത് ഈ അപ്പൂപ്പൻ കേൾക്കുന്നുണ്ട്, കരോളിനെ കാണുന്നുണ്ട്, എന്നിട്ടും ഇയാൾ എന്തോ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് പോലെ അതിന്റെ മുകളിലൂടെ അങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ കരോളിൻ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ പിടുത്തം കിട്ടാതെ തെന്നി ഇയാൾ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ മുത്തശ്ശിയോട് ഉറക്കനെ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. കരോളിനും മുത്തശ്ശി ഓടി വന്ന് നോക്കുകയാണ്, ഇയാൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയണ, കരോളിനെ നീ രാത്രിക്കത്തെ മരുന്ന് കൊടുത്തായിരുന്നു? അപ്പൂപ്പൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൂക്കടുണ്ട്, പറഞ്ഞായിട്ട് കേൾക്കൂല, വേഗം പോയിട്ട് ആ ഒരു മരുന്ന് എടുത്തിട്ട് വാന്ന് പറയണം. കരോളിൻ അപ്പൊ തന്നെ അപ്പൂപ്പന്റെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് കരോളിൻ ഒരു കാര്യം കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് അപ്പൂപ്പന്റെ ആ ഒരു മുറി ഉണ്ടല്ലോ, ആ മുറിയുടെ കട്ടിലെ ബെഡ്ഷീറ്റിന് മുകളിലായിട്ട് ഹെൽപ് മീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് എന്നെ സഹായിക്കുമെന്ന്. അതായത് അപ്പൂപ്പൻ ആരോടോ സഹായം ചോദിക്കുകയാണ്. ഇത് കണ്ടപാട് കരോളിൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അവള് വേഗം തന്നെ അപ്പൂപ്പന്റെ ആ ഒരു മരുന്ന് എടുക്കുന്നുണ്ട്, അതുപോലെ ഈ ബെഡ്ഷീറ്റും ചുരുട്ടി കൂട്ടി എടുക്കുകയാണ്. എന്നിട്ട് ആ മരുന്നുമായിട്ട് വേഗം പുറത്തേക്ക് പോവാതെ ബെഡ്ഷീറ്റ് ആദ്യം കൊണ്ടുപോയിട്ട് അവളുടെ അരമാലയിൽ വെച്ച് പൂട്ടുന്നുണ്ട്. എന്നിട്ട് ഈ മരുന്ന് വേഗം തന്നെ അപ്പൂപ്പനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് നിലത്തുനിന്ന് അപ്പൂപ്പനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ ഒരു വീൽ ചെയറിൽ ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് അപ്പൂപ്പനാണെങ്കിൽ വളരെയധികം ദയനീയമായിട്ട് തന്നെ കരോളിനെ നോക്കുകയാണ്. അതായത് ദയവ് ചെയ്ത് എന്നൊന്ന് സഹായിക്കൂ എന്നായിരുന്നു ആ ഒരു നോട്ടത്തിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന് ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കരോളിന് അത് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സംഭവം അറിഞ്ഞതുകൊണ്ട് തന്നെ വക്കീൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വക്കീലിനോട് കരോളിൻ പറയാണ്, വക്കീലെ എപ്പോഴെങ്കിലും ഒരാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വളരെ ദയനീയമായിട്ട് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതായത് നിലത്ത് വീണ ആ അപ്പൂപ്പനെ ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ ആ നോട്ടത്തിലുണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കരോളിൻ വക്കീലിനെയും കൂട്ടി നേരെ റൂമിലേക്ക് പോകണം. അതായത് അപ്പൂപ്പൻ ഇന്നലെ ആ ഒരു ബെഡ്ഷീറ്റിൽ ഹെൽപ് മീ എഴുതിയില്ലേ, അത് കാണിച്ചു കൊടുക്കാനാണ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ അവിടെ എത്തി അലമാരയിൽ നിന്നും ആ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ അങ്ങനെയൊന്നുമില്ല, സാധാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്. അപ്പൊ വക്കീൽ ചോദിക്കാണ്, എവിടെ, എന്താ നീ കാണിക്കാന്ന് പറഞ്ഞത്? ഈ സമയത്ത് കരോളിൻ പരിങ്ങി കളിക്കുകയാണ്. അത് പിന്നെ വക്കീലെ ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്? നമ്മുടെ മുത്തശ്ശി വരികയാണ്. മുത്തശ്ശി വന്നിട്ട് പറയണ, ആഹാ രണ്ടെണ്ണം കൂടെ റൂമിൽ കയറി ഇരിക്കുകയായിരുന്നല്ലേ, ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ, മര്യാദക്ക് രണ്ടുപേരും താഴേക്ക് പോകാന്ന് പറയണം. വക്കീലിനോട് അയാൾക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അത് വേഗം പോയി ചെയ്യുന്നു പറയാണ്. അതുപോലെ തന്നെ കരോളിന് ചെയ്യാനായിട്ടുള്ള ജോലി മുത്തശ്ശി കൊടുക്കുന്നുണ്ട്. പോകാൻ നേരത്ത് വക്കീൽ പറയുന്നുണ്ട്, കരോളിൻ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഇതാണ് എന്റെ കാർഡ് എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടുന്ന് പോവാണ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം നമ്മുടെ കരോളിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ, അതായത് ഈ വീട്ടിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. അതിന്റെ രഹസ്യം അറിയണമെങ്കിൽ മുകളിലെ ആ റൂമിന്റെ ഉള്ളിലെ റൂമിലേക്ക് പോയി നോക്കണം. അതിനായിട്ട് അവളൊരു സമയം കണ്ടെത്തുകയാണ്. മുത്തശ്ശി ഗാർഡിൽ എന്തോ തിരക്കിട്ട പണിയിലാണ്. ഇതിനിടയിൽ കരോളിൻ നേരെ ആ റൂമിലേക്ക് ചെന്ന് അതിന്റെ ഉള്ളിലെ റൂമിന്റെ കഥക് തുറക്കാൻ നോക്കുകയാണ്. പക്ഷേ ആ ചാവി കൊണ്ട് അത് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ എന്തോ കുടുങ്ങി കിടക്കുന്നത് കരോളിൻ കാണുന്നത്. ഒരു വിധത്തിൽ അവൾ എങ്ങനെയൊക്കെയോ അത് ചുരണ്ടി പുറത്തേക്കിട്ട് ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോയപ്പോൾ അവളാകെ ഞെട്ടിപ്പോവാണ്. വല്ലാത്തൊരു ദുർഗന്ധം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആഭിചാര ക്രിയകൾ ഉണ്ടല്ലോ, അതിനെല്ലാം ഉപയോഗിക്കുന്നത് പോലെയുള്ള എന്തൊക്കെയോ ചില വസ്തുക്കൾ, പിന്നെ കുറച്ച് തലയോടുകൾ, കണ്ടാൽ പേടിയാവുന്ന കുറച്ചധികം ഓരോ വസ്തുക്കൾ. അതുപോലെ തന്നെ അവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്നപാട് തന്നെ ഈ വീടിന്റെ പഴയ ഉടമസ്ഥരായുള്ള ഒരു ചേച്ചിയുടെയും അനിയന്റെയും ഒരു ഫോട്ടോ കണ്ടായിരുന്നല്ലോ. അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ കപ്പിളും ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അവര് മാത്രമല്ല, ആ ഒരു കുടുംബത്തിന്റെ ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു വലിയ ഫോട്ടോ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ എന്തോ ഒരു പേരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാമ സിസിലിയ, അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈ. അന്ന് ആ ഫോട്ടോയുടെ ബേക്കിൽ കണ്ട
അതേ പേര് തന്നെ ഈ ഫോട്ടോയുടെ പിന്നിലും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു പഴയ പുസ്തകം അവിടെ വെച്ച് ഇപ്പൊ കരോളിന് കിട്ടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കരോളിൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരു മാന്ത്രിക വലയം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അതിനുള്ളിൽ കയറിയിരുന്നാൽ എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചില മന്ത്രവാദങ്ങളൊക്കെ അടങ്ങിയ ഒരു തരം പുസ്തകങ്ങൾ. അതുപോലെ തന്നെ പ്രത്യേക ചിഹ്നമുള്ള ഒരു 3 തരം മോതിരവും അവിടുന്ന് കാണുകയാണ്. അതുപോലെ ഈ പാപ്പ ജസ്റ്റിഫൈ എന്ന ആൾ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ കാസറ്റും കിട്ടുകയാണ്. ഈ നേരത്താണ് കരോളിനെ കാണാതെ അവളെ തേടി വന്ന നമ്മുടെ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശിയെ കണ്ട പാട് തന്നെ അവൾ അവിടെ ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഒന്ന് കരോളിനെ കാണാത്തത് കൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. മുത്തശ്ശി പോയി എന്ന് ഉറപ്പാക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കാണുന്നത്. അതായത് ഈ വീട്ടിൽ ഒറ്റൊരു കണ്ണാടിയും കരോളിൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയാ കാണുക? ആ കണ്ണാടികൾ മുഴുവനും ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആരാണ് വെച്ചത് എന്നൊന്നും അറിയില്ല. എന്തായാലും വേഗം തന്നെ കരോളിൻ ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വർഷം മുന്നേ ഉണ്ടായിരുന്ന ഈ പാപ്പ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ഉപയോഗിച്ച അയാളുടെ ആ ഒരു പഴയ കേസറ്റ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ടൗണിൽ ഉണ്ടായിരുന്ന കരോളിന്റെ ഒരു സുഹൃത്തുണ്ട്. അവളുടെ അടുത്തേക്ക് പോവാണ്. ഇങ്ങനത്തെ കാസറ്റ് പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാസറ്റ് ഇവർ അതിലിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതുവരെയായിട്ടും കേൾക്കാത്ത ചില ശബ്ദങ്ങൾ, ചില മന്ത്രവാക്യങ്ങൾ അത് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല ഉള്ളിൽ നിന്നൊരു ഭയം തനിയെ വരികയാണ്. ഇത് കേട്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ കരോളിന്റെ സുഹൃത്തായിട്ടുള്ള ട്രൂല പറയാണ്, അല്ല കരോളിൻ എന്താണിത്? കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ പേടിയാവുന്നു. മാത്രമല്ല ഈ ശബ്ദവും ഈ മന്ത്രവാദവും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതായത് ഇത് മറ്റേ ഹൂഡോ മന്ത്രങ്ങളാണ്. അമേരിക്കയുടെ തന്നെ തെക്കൻ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ വംശജരാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്, ഈ മന്ത്രവാദം ഉപയോഗിക്കുന്നത്. ഈ ഹൂഡോ എന്ന് പറഞ്ഞ മന്ത്രവാദം അങ്ങനെ എല്ലാവരുടെ ദേഹത്തൊന്നും ഫലിക്കില്ല. അതിൽ വിശ്വാസമുള്ള ആൾക്കാരുടെ ദേഹത്ത് മാത്രമേ ഇത് ഫലിക്കുള്ളൂ. ഇത് കേട്ടപ്പോ കരോളിൻ ചോദിക്കാണ്, അല്ല ട്രൂള നിനക്കെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പൊ ട്രൂള പറയാണ്, എന്റെ ആന്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്. അവിടെ വെച്ച് ആന്റിയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ കേൾപ്പിച്ചു തന്നതും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതും. എന്നാൽ പിന്നെ നമുക്ക് ആ കടയിലേക്ക് ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ട്രൂളയും കരോളിനും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകണം. കട ഏതാണെന്ന് കരോളിന് മനസ്സിലായി. എന്നാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നില്ല, അതിനു മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുശേഷം കരോളിൻ നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് മുത്തശ്ശിയോട് അവൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്തശ്ശി, നിങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ആ മുറിയിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടു. നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സത്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകുന്നു പറയണം. ഇപ്പൊ മുത്തശ്ശി പറയണ, മോളെ അതെനിക്ക് നിന്നോട് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് കേട്ട് പേടിച്ച് നീ ഇവിടുന്ന് പോകണ്ട എന്ന് കരുതിയിട്ട് മാത്രമേ ഞാൻ പറയാതിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ വീട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഒരു വലിയ ബാങ്ക് നടത്തിയിരുന്ന ഒരാളുടേതായിരുന്നു ഈ വലിയ ബംഗ്ലാവ്. അന്ന് ആ സമയത്ത് ഇവിടെ ജോലി ചെയ്ത 2 വേലക്കാരാണ് മാമ സിസിലിയും അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈയും. അന്ന് അവര് രണ്ടുപേരും താമസിച്ച റൂമായിരുന്നു അത്. പല നാട്ടുകാരും ഈ 2 ആൾക്കാർക്കും എന്തൊക്കെയോ ചില മന്ത്രവാദങ്ങളൊക്കെ അറിയുന്നു പറഞ്ഞു നടക്കാറുണ്ട്. എന്നാൽ ഈ വീടിന്റെ ഓണർക്ക് അതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പാപ്പ ജസ്റ്റിഫൈയും മാമ സിസിലിയും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നോക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ബംഗ്ലാവില് വലിയൊരു പാർട്ടി നടന്നു. ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബംഗ്ലാവിന്റെ മുതലാളി ഉണ്ടല്ലോ, അയാളുടെ 2 മക്കളെ, അതായത് ആ ആൺകുട്ടിയും പെൺകുട്ടിയും പെട്ടെന്ന് കാണാതായി. ബംഗ്ലാവ് മുഴുവൻ അവരെ തപ്പി. പിന്നീട് അവസാനം അവരെ കണ്ടുപിടിച്ചു. ആ നേരത്ത് അവരുണ്ടായിരുന്നത് മാമ സിസിലിയ അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈ അവരുടെ മുറിയിലായിരുന്നു. ആ നേരത്ത് കുട്ടികളെ ഉപയോഗിച്ച് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കളം വരച്ച് അതിൽ ആ ഒരു കുട്ടികളെ ഇരുത്തി അവരെ കൊണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്യിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന എല്ലാവരും കൂടെ ഇവരെ അടിച്ചു ഒതുക്കുകയാണ്. ആ നേരത്ത് ആ 2 പിള്ളേരും പറയുന്നുണ്ട്, അച്ഛാ അമ്മ അവരൊന്നും ചെയ്യല്ലേ, അവരോട് ഈ കാര്യം ചെയ്യാനായിട്ട് ഞങ്ങളാണ് പറഞ്ഞത്, അവർ നിരപരാധികളാണെന്ന് പറയാം. എന്നാൽ അതൊന്നും കേൾക്കാതെ എല്ലാവരും കൂടി ഇവർ രണ്ടുപേരെയും ക്രൂരമായിട്ട് അടിച്ച് വീട്ടിന്റെ മുറ്റത്ത് ഒരു മരത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അവരുടെ ദേഹത്ത് തീ വെച്ച് കളയാണ്. ജീവനോടെ അവർ രണ്ടുപേരും ആ മരത്തിന്റെ മുകളിൽ വെച്ച് വെന്തുരുകിപ്പോയി. എന്നാൽ അതിനുശേഷം അവരുടെ 2 പേരുടെയും ആത്മാവ് ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നാ നാട്ടുകാർ പറയുന്നത്. അത് സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ആ 2 കുട്ടികളുടെ അമ്മയുണ്ടല്ലോ, ഒരു കാര്യമില്ലാതെ അവരൊരു കയറിൽ തൂങ്ങി മരിച്ചു. അതുപോലെ തന്നെ ഈ ബംഗ്ലാവിന്റെ ഓണർ, അയാളുടെ ബാങ്കും കാര്യങ്ങളും എല്ലാം നശിച്ചുപോയി. അവസാനം അയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. പിന്നീട് ആകെ ബാക്കിയായത് അവരുടെ 2 കുട്ടികൾ മാത്രമാണ്. സാമ്പത്തികമായിട്ട് ആ കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ തന്നപ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഈ ഒരു വീട് വിറ്റത്. ഇവിടെ വന്ന സമയത്തും ഇവിടെ ഒരു കണ്ണാടിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ കണ്ണാടികളെല്ലാം ആ റൂമിൽ കൊണ്ടുപോയി വെച്ചത് അവര് തന്നെയാണ്. ചെറിയ വിലക്ക് ഈ വീട് കിട്ടിയത് കൊണ്ട് ഞങ്ങളത് മേടിച്ചു എന്ന് മാത്രം. പിന്നെ നാട്ടുകാർ പറയുന്ന ആ മന്ത്രവാദവും ആ പ്രേതത്തിലും എല്ലാം ചെറിയൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റൂം തുറക്കാറില്ലായിരുന്നു. ഭയമുള്ളത് കൊണ്ട് തന്നെയാ. പിന്നെ വീടിന്റെ ഒരു സുരക്ഷയ്ക്കായിട്ട് അവിടെ ഇവിടെയും കുറച്ച് തകിടെല്ലാം ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ മോൾക്കൊരു തമാശയായിട്ട് തോന്നും. പക്ഷേ ഞങ്ങളൊക്കെ പഴയ ആൾക്കാര്, ഇതിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മോളെ. അതുകൊണ്ട് മാത്രം ഇതൊക്കെ ഞാൻ നിന്നോട് പറയാതിരുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞില്ലേ, ബാക്കിയുള്ളവരെ പോലെ നീയും പൊയ്ക്കോന്ന് പറയണം എന്ന് കരോളിൻ പറയണം. ഇല്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം. അതുപോലെ തന്നെ മുത്തശ്ശി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, അതായത് ആ റൂമിലേക്ക് ചെന്ന് കണ്ണാടിയിൽ എങ്ങാനും നോക്കിയിട്ടുണ്ടാവും നമ്മുടെ അപ്പൂപ്പൻ, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അപ്പൂപ്പനെ കുളിപ്പിക്കുന്ന സമയത്ത് കാരോളിൻ ഒരു ചെറിയ കണ്ണാടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപാട് തന്നെ ഭയം കൊണ്ട് അപ്പൂപ്പൻ ആ ഒരു കണ്ണാടി തട്ടി തെറിപ്പിച്ച് കളയാണ്. ഇപ്പൊ ഇവിടെ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് കൺഫേം ആയ കാരോളിൻ ഇതിന്റെ ഉത്തരം തേടി പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരി ട്രൂള ഉണ്ടല്ലോ, ട്രൂളയുടെ ആന്റി, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആന്റിക് ഷോപ്പ് ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അങ്ങനെ ആന്റിയുടെ ഷോപ്പിലേക്ക് ഇപ്പൊ കാരോളിൻ പോവുകയാണ്. അപ്പൊ ആ കടയിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ചുവന്ന മണ്ണ് കൊണ്ട് അവിടെ ഒരു വര ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കടയുടെ ഉള്ളിലേക്ക് ചെന്ന് ട്രൂളയുടെ ആന്റിയെ കണ്ടപാടിനെ കാരോളിൻ പറയുന്നുണ്ട്, ആന്റി ഈ പറയുന്ന മന്ത്രവാദം ഉണ്ടല്ലോ ഹൂഡോ, അതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ അതിൽ പെട്ടുകിടക്കുന്ന ഒരു അപ്പൂപ്പൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഇനി എങ്ങാനും അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രൂളയുടെ ആന്റി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് അറിയാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ ആന്റി കൊടുത്ത ആ ഒരു വസ്തുക്കളും അതുപോലെ തന്നെ ആ മന്ത്രവാദവും ഇതെല്ലാം എഴുതിയെടുത്തുകൊണ്ട് കാരോളിൻ നേരെ ബംഗ്ലാവിലേക്ക് പോവാണ്. രാത്രി നമ്മുടെ മുത്തശ്ശി നല്ല ഉറക്കമായ സമയം നോക്കിയിട്ട് അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് ആന്റി പറഞ്ഞതുപോലെ ചില മന്ത്രവാദങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒട്ടും സംസാരിക്കാൻ പോലും കഴിയാത്ത ഈ അപ്പൂപ്പൻ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട്. ഈ അപ്പൂപ്പൻ ആകെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുക. എന്നാൽ ആരിൽ നിന്ന് എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് ഈ അപ്പൂപ്പൻ പറയുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആകെ പേടിച്ചരണ്ട് നിൽക്കുന്ന അപ്പൂപ്പനെയാണ്. എന്താ കാര്യം എന്ന് കാരോളിനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. ആ സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, കാരോളിനെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ ജോലി മാത്രം നീ ഇവിടെ ചെയ്താൽ മതി, നീ തൽക്കാലം ഇപ്പൊ പുറത്തേക്ക് പോകുന്നു പറയണം. എന്നാൽ ഇതിനുശേഷം കാരോളിന് തന്നെ ഒരു സംശയം തോന്നുകയാണ്. അതായത് ഈ അപ്പൂപ്പനെതിരെ ആ ഒരു മന്ത്രവാദം ഹോഡോ അത് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു മുത്തശ്ശി തന്നെ ആയിരിക്കും. ഈ ഒരു സംശയം അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ വക്കീലിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ്. വക്കീലിനോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വക്കീലിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കാരോൾ, ഞാൻ വെറുതെ പൊയ്ക്കാവിടുന്ന് ഓരോ തമാശകളെ. എന്തായാലും നിന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇത് വിശ്വസിക്കാനും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് മുന്നേ ഇവിടെ ജോലി ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, എനിക്ക് അവളൊന്ന് നേരിട്ട് കാണണമെന്ന് പറയണം. അങ്ങനെ വക്കീല് കാരോളിനെയും കൂട്ടിയിട്ട് ഇതിനു മുന്നേ ഇവിടെ ജോലി ചെയ്ത ആ പെണ്ണിന്റെ അടുത്തേക്ക് കാരോളിനെ കൊണ്ടുപോവാണ്. എന്നിട്ട് അവളോട് നേരിട്ട് കാരോളിൻ സംസാരിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നീ അവിടുത്തെ ആ ഒരു ജോലി റിസൈൻ ചെയ്തത്? ശരിക്കും ആ ഒരു പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരമല്ല ആ ഒരു ജോലി റിസൈൻ ചെയ്തത്. ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടാണ് അവൾ ആ ഒരു ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തത്. കാരണം ആ വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കാര്യങ്ങളും അവളുടെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. സ്വന്തം മോള് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ ഏത് അമ്മയാണ് അതിന് സമ്മതിക്കുക? അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതൊരു ശാപം പിടിച്ച വീടാണ്, ആർക്കും അവിടെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ആ ഒരു വീട് മേടിച്ച് അപ്പൂപ്പന്റെ അവസ്ഥ നോക്കിയേ, സ്ട്രോക്ക് അടിച്ച് കാലും കൈയും എല്ലാം തളർന്നു കിടക്കുകയാണ്. അതായത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടില്ല എന്ന് പറയാം. ഇതിനെല്ലാത്തിനും പുറമെ അവിടെയുള്ള ആ ഒരു മന്ത്രവാദം ഹൂഡോ, ഇതിനെ ഭയക്കണം. ഇത് കേട്ട കാരോളിൻ പറയാണ്, ആ മന്ത്രവാദത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അപ്പൊ അതിലെനിക്ക് വിശ്വാസം ഇല്ലാത്തോടത്തോളം കാലത്തോളം എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ നേരത്ത് ഈ ലേഡി ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് ആ മന്ത്രവാദത്തിൽ വിശ്വാസം വരുന്നതിന് മുന്നേ തന്നെ ആ വീട്ടിൽ നിന്നും നീ രക്ഷപ്പെട്ടോ. അതെന്തോ നമ്മുടെ കാരോളിന്റെ എവിടെയോ ഒന്ന് കൊള്ളുകയാണ്. എന്തായാലും ഇതിനുശേഷം വക്കീലിനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ കാരോളിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഈ ചുവന്ന മണ്ണിട്ട വര, അത് ഇതിനു മുന്നേ അവൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അതായത് അന്ന് പെട്രോൾ അടിച്ച് കാശ് കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ ആ വീടിന്റെ മുന്നിൽ ഇതുപോലെ ചുവന്ന മണ്ണ് കൊണ്ട് ഒരു വര ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഹൂഡോ എന്ന ആ ഒരു മന്ത്രവാദവുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് എന്നല്ലേ. അതുകൊണ്ട് തന്നെ കാരോളിൻ വക്കീലിനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കണ്ണു കാണാത്ത ആ ഒരു മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരോട് ഈ ഹോഡോ മന്ത്രത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവരൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഈ സമയത്താണ് കാരോളിൻ ഒരു കാര്യം പറയുന്നത്. അതായത് പാപ്പ ജസ്റ്റിഫൈയുടെ സാക്രിഫൈസ് എന്ന പേരുള്ള ഒരു കാസറ്റ്, ആ പഴയ കാസറ്റ് എനിക്ക് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് കണ്ണു കാണാത്ത ആ ഒരു സ്ത്രീ ആകെ ഞെട്ടിപ്പോണ്. അത് നിന്റെ കയ്യിലുണ്ടോ? എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് തേടി നടന്ന ആ മന്ത്രവാദത്തിന്റെ കാസറ്റ് നിന്റെ കയ്യിലുണ്ട് എന്നാണോ നീ പറയുന്നത്? അതേന്ന് കാരോളിൻ പറയാണ്. അതേ സമയത്തിന് കണ്ണു കാണാത്ത ഈ സ്ത്രീ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിലെ പ്രായമായിട്ടുള്ള ആ 2 പേരുടെയും ജീവൻ ആപത്തിലാണ്. അവിടെ വെച്ച് ആ ഒരു ഹൂഡോ മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തിക്കുമെന്ന് പറയണം. ഇത് കേട്ടപാടിന് വക്കീലിനെയും കൂട്ടി കാരോളിൻ നേരെ ബംഗ്ലാവിലേക്ക് വരുന്നുണ്ട്. അതായത് കാരോളിൻ വക്കീലിനോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ മന്ത്രവാദം ചെയ്യുന്നത് ആ മുത്തശ്ശിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, എങ്ങനെയെങ്കിലും അപ്പൂപ്പനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുകയും വേണം. ഈ സമയത്ത് വക്കീല് പറയണ, കാരോളിൻ നീ ഈ പറയുന്നതിനൊക്കെ വല്ല തെളിവുണ്ടോ? അതായത് മുത്തശ്ശിക്കെതിരെയായിട്ട് വല്ല തെളിവുണ്ടെങ്കിൽ നീ എനിക്ക് കൊണ്ടുതാ, അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പൂപ്പനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം. എന്തായാലും ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം കാരോളിൻ അവളുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അവൾ അന്ന് ആ പഴയ റൂമിന്റെ ഉള്ളിൽ നിന്നെടുത്ത കാസറ്റ്, അതുപോലെ തന്നെ ആ ഒരു ഡയറി, അത് രണ്ടും അവിടെ കാണാനില്ല. അതിനർത്ഥം അത് ആരെടുത്തിട്ടുണ്ടാവും? മറ്റാരുമല്ല, ആ ഒരു മുത്തശ്ശിയൻ. ആ കാര്യം മനസ്സിലാക്കിയ കാരോളിൻ ഒരു കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതായത് അവളുടെ സുഹൃത്ത് ട്രോളയുടെ ആന്റി കൊടുത്ത ആ ഒരു ചുവന്ന മണ്ണും ചില സാധനങ്ങൾക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതുപയോഗിച്ച് കാരോളിൻ അവളുടെ റൂമിന്റെ മുന്നിലായിട്ട് ആ ചുവന്ന മണ്ണിട്ട് അവർ പറഞ്ഞ ചില മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ചവിട്ടിയിടുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക്
ചെന്നിട്ട് മുത്തശ്ശി എനിക്കൊരു കാര്യം കാണിച്ചു തരാണ്ട് ഒന്ന് വരുമോ ചോദിച്ചിട്ട് മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് കാരോളിൻ അവളുടെ റൂമിലേക്ക് പോവാണ്. എന്നാൽ ആ റൂമിന്റെ ഉള്ളിലേക്ക് കാരോളിൻ കയറി കഴിഞ്ഞു. പക്ഷെ അവളുടെ പിന്നാലെ വന്ന മുത്തശ്ശി ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം അവൾ വരച്ചു വെച്ച ആ ചുവന്ന മണ്ണിന്റെ വര അത് താണ്ടി മുത്തശ്ശിക്ക് വരാൻ കഴിയുന്നില്ല. കാരോളിൻ എത്ര വിളിച്ചിട്ടും മുത്തശ്ശി ഉള്ളിലേക്ക് വരുന്നില്ല. അതിനർത്ഥം ഹൂഡോ മന്ത്രവാദത്തിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വര താണ്ടി വരാൻ കഴിയാത്തത്. ഇപ്പൊ മുത്തശ്ശി പറയണ മോളെ എനിക്ക് അവിടെ കുറെ ജോലിയുണ്ട്, ഞാൻ പിന്നെ വരാന്ന് പറയണം. അപ്പൊ തന്നെ കാരോളിന് ഏകദേശം കൺഫേം ആയി ഈ മുത്തശ്ശിയാണ് ഹൂഡോ മന്ത്രവാദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴിയാണ് മുത്തശ്ശൻ തളർന്നു പോയിരിക്കുന്നത്. എന്തായാലും രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അറിയാതെ തന്നെ ഭക്ഷണത്തിൽ ഇപ്പൊ കാരോളിൻ മയക്കമരുന്ന് ചേർക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരോളിൻ മുത്തശ്ശി നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശന്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും നിങ്ങളാണ്. ഇതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ രാത്രിയിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. അപ്പോഴേക്കും മയക്കുമരുന്ന് കലർത്തിയ ആ ഒരു ഭക്ഷണം കഴിച്ച് പതിയെ പതിയെ മുത്തശ്ശി മയങ്ങി വീഴുകയാണ്. ഇതേ നേരം തന്നെ മുത്തശ്ശിന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന നമ്മുടെ കാരോളിൻ അദ്ദേഹത്തിന് ആ ഒരു വീൽ ചെയറിലിരുത്തി വേഗം തന്നെ പുറത്തേക്ക് രക്ഷപ്പെട്ട് വന്ന് കാറിൽ അദ്ദേഹത്തെയും കയറ്റി ഇവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അത് ചങ്ങല വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. പല തവണ കാറുകൊണ്ട് ആ ഗേറ്റ് ഇടിച്ച് പൊളിക്കാൻ നോക്കിയിട്ടും ഗേറ്റ് പൊളിയുന്നില്ല. എന്തായാലും നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അപ്പൂപ്പനെയും കൂട്ടി ഈ ഗേറ്റെങ്കിലും ചാടി രക്ഷപ്പെടായിരുന്നു. എന്നാൽ അപ്പൂപ്പനെയും കൊണ്ട് ഇപ്പൊ അങ്ങനെ പോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കാണാത്ത രീതിയിൽ കെടുത്തുകയാണ്. എന്നിട്ട് കാരോളിൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് ആരെങ്കിലും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഈ രാത്രിയിൽ രക്ഷപ്പെട്ട് ഓടിയ കാരോളിൻ നേരെ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കാണ്. വക്കീലിനെ കണ്ടപാട് തന്നെ എല്ലാ കാര്യങ്ങളും പറയണേ, എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊക്കെ ചെയ്യുന്നത് ആ മുത്തശ്ശിയാണ്, എന്നിട്ട് നീ വിശ്വസിച്ചോ? വക്കീൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ വക്കീലിനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കാരോളിനോട് വക്കീല് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണം. അവരെന്താ പറയുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശിയുമായിട്ട് വക്കീല് സംസാരിക്കുകയാണ്. എന്നാൽ ഈ നേരത്താണ് കാരോളിനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അവൾ ഒരു കാര്യം കാണുന്നത്. എന്താണത്? അതായത് അവിടെ ഉണ്ടായിരുന്ന ആ ടേബിളിൽ കുറച്ചധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഏതാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്ന കാരോളിനെ പല ഭാഗത്തു നിന്നും ഫോട്ടോ എടുത്ത് ആ ഫോട്ടോസിന്റെ ഒരു കളക്ഷൻ. അതുപോലെ തന്നെ അന്ന് ആ ബംഗ്ലാവിലെ രഹസ്യമായിട്ടുള്ള ഒരു റൂമിലേക്ക് കാരോളിൻ പോയില്ലേ, അപ്പോ മാമ സിസിലിയുടെയും പാപ്പ ജസ്റ്റിഫയുടെയും ഒരു 3 മോതിരങ്ങൾ കണ്ടായിരുന്നല്ലോ, അതുപോലത്തെ 3 മോതിരങ്ങൾ. അതിന് പുറമെ കാരോളിന്റെ കയ്യിൽ മുത്തശ്ശി കൊടുത്ത ആ ഒരു താക്കോലുണ്ടല്ലോ, അതുപോലത്തെ ഒരു താക്കോലിന്റെ മറ്റൊരു കോപ്പി. ചതി മനസ്സിലാക്കിയ കാരോളിൻ അപ്പൊ തന്നെ രക്ഷപ്പെടാൻ നോക്കിയപ്പോഴേക്കും വക്കീൽ അവളെ പിടിക്കുകയാണ്, കഴുത്തിന് ഇറുക്കി. അവളുടെ ബോധം അപ്പൊ തന്നെ പോവാൻ. അതായത് മുത്തശ്ശിയും വക്കീലും ഇവർ രണ്ടുപേരും ചേർന്നാണ് അവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അവളെ ഇപ്പൊ ആ ഒരു ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ്, എവിടെ അപ്പൂപ്പൻ, എനിക്ക് അയാൾ ഇപ്പൊ വേണമെന്ന് പറയണം. എന്നാൽ ഈ സമയത്താണ് കാരോളിൻ ഒരു കാര്യം കാണുന്നത്. അവളുടെ മുറിയുടെ മുന്നിലായിട്ട് അവള് തന്നെ വരച്ചു വെച്ച ആ ചുവന്ന വര. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ ആ വര ഉപയോഗിക്കാം. പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെയും തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കാരോളിൻ ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചിന്തിക്കുകയാണ്. കാരോളിൻ അപ്പൊ തന്നെ മുത്തശ്ശനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഈ മുത്തശ്ശിയോട് പറയാം. ഇപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കാണല്ലോ. അപ്പൊ വക്കീലിനെ ഇവളെ ഏൽപ്പിച്ചാ പോകുന്നത്. വക്കീലെ ഇവളെ നോക്കിക്കോ, അയാളെ ഞാൻ എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നേരെ കാരോളിൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോണേ. ഇപ്പൊ വക്കീല് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പിന് ഇവനെ തള്ളിയിട്ട കാരോളിൻ ഓടിച്ചെന്ന് കയറുന്നത് ആ റൂമിലേക്കാണ്. ആ സമയത്ത് കാരോളിൻ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ആ തള്ള തരുന്ന നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ടാടാ എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ റൂമിലേക്കൊന്ന് കയറടാന്ന് പറയണം. ഭ്രാന്ത് പിടിച്ച വക്കീല് അങ്ങോട്ടേക്ക് ഓടി കയറുകയാണ്. അതായത് ഈ വക്കീലും ഈ ഹൂഡോ എന്ന് പറഞ്ഞ മന്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അവിടെ വരച്ചിട്ട് ആ ചുവന്ന വര അവൻ കാണുന്നില്ലായിരുന്നു. അപ്പോ ആ വര താണ്ടി അപ്പുറത്തേക്ക് വന്നപ്പോ അവൻ അവിടെ നിൽക്കാൻ പറ്റാതെ എങ്ങനെയൊക്കെയോ അവൻ ആ ഒരു ജനലും പൊളിച്ച് പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. ഈ ഗ്യാപ്പിന് കാരോളിൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. ഇത് കണ്ട ആ മുത്തശ്ശിയും അവളെ പിടിക്കാൻ ഓടി വരികയാണ്. അതിനിടയിൽ അവരുടെ കാല് തന്നെ താഴേക്ക് വീണ് അവരുടെ 2 കാലും ഒടിഞ്ഞു പോവാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ കാരോളിൻ ഒരു ഫോൺ കണ്ടെത്തി ആ ഫോൺ ഉപയോഗിച്ച് എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഞാൻ അപകടത്തിലാണ്, ആരെങ്കിലും രക്ഷിക്കാൻ വരണേന്ന് പറയാണ്. എന്നാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ പുറത്തുണ്ടായിരുന്ന ലാൻഡ് ലൈൻ അത് വക്കീല് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ കാരോളിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. മുകളിലേക്ക് എത്തി നോക്കിയപ്പോഴല്ലേ ഈ പൂജയിലൂടെ എന്തൊക്കെയോ ചില മന്ത്രവാദങ്ങൾ അവളുടെ ദേഹത്തേക്ക് കയറ്റാൻ വേണ്ടി ഓൾറെഡി ഈ വക്കീലിനും ആ മുത്തശ്ശിക്കും പ്ലാൻ ഉണ്ടായിരുന്നു. അതിനായിട്ട് അവിടെ ഒരു മാന്ത്രിക കളക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നേരത്താണ് കാരോളിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അന്ന് മാമ സിസിലിയ അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈ അവരുടെ റൂമിലേക്ക് പോയ സമയത്ത് ഒരു പഴയ ഡയറി കിട്ടിയായിരുന്നല്ലോ, അതിലൊരു ചിത്രം വരച്ചു വെച്ചിട്ട് അതെന്തോ രക്ഷാവലയം അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഇവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ വലയം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാന്ത്രിക കളം ഉണ്ടാക്കാന്ന് തന്നെ കാരോളിൻ തീരുമാനിക്കുകയാണ്. ആ ചിത്രത്തിന്റെ പേജ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ വരച്ചതുപോലെ തന്നെയുള്ള ചിത്രങ്ങൾ അവൾ ആ നിലത്ത് വരയ്ക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഒരു വൃത്തം അതിലേക്കായിട്ട് അവളുടെ മുടികൾ ഇടുന്നുണ്ട്, അവളുടെ ഒരു തുള്ളി ചോരയാക്കുന്നുണ്ട്. പിന്നീട് അതിൽ പറഞ്ഞ ആ ഒരു മന്ത്രവും ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ആ വട്ടത്തിന്റെ ഉള്ളിൽ തന്നെ കാരോളിൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് കാലൊടിഞ്ഞ ആ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശി അവളെ കണ്ടപാടിനെ ചിരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ കാരോളിൻ പറയാണ്, നിങ്ങൾ വെറുതെ ചിരിക്കാൻ നിൽക്കണ്ട, ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊന്ന് വന്ന് തൊട്ട് നോക്കുന്നു പറയണം. ഇനി നിങ്ങൾ എത്ര വിചാരിച്ചാലും ശരി ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്നെ നിങ്ങൾക്കൊന്ന് തൊടാൻ വരെ പറ്റില്ല എന്ന് മുത്തശ്ശിയെ ഇപ്പൊ കാരോളിൻ വെല്ലുവിളിക്കുകയാണ്. ഈ നേരത്ത് മുത്തശ്ശി ഉറക്കനെ ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു കൊലച്ചിരി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു ചിരി. എന്നിട്ട് അവളോട് പറയാണ്, മോളെ 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 നീ വന്ന് വീണു മോളെ, ഞങ്ങൾ ഒരുക്കിയ കെണിയിലേക്ക് നീ
വന്ന് വീണ് കഴിഞ്ഞു. മോളെ, നീ ആ വരച്ചിരിക്കുന്ന വൃത്തം ഉണ്ടല്ലോ, അത് ശരിക്കും പുറത്തുനിന്നുള്ള ആരെങ്കിലും ഉള്ളിലേക്ക് വരുന്നത് തടയാനല്ല. നീ ഉള്ളിൽ നിൽക്കുമ്പോൾ നിന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ, നിന്നെ തടയാൻ വേണ്ടിയിട്ടാണ് നീ അങ്ങനത്തെ ഒരു വട്ടം വരച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ദൗത്യം അങ്ങനെയാണ്. പിന്നെ മോളെ, ഇത്രയും ദിവസം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഹൂഡോ എന്ന് പറഞ്ഞ ഈ മന്ത്രവാദത്തിൽ നിനക്ക് വിശ്വാസം വരാൻ വേണ്ടി. നീ ആ വൃത്തം വരച്ചതോട് കൂടിയിട്ട് നിനക്കതിൽ വിശ്വാസമായില്ലേ? ഇവിടെ വന്നത് മുതൽ ഈ കെണിയിലേക്ക് നിന്നെ ഞങ്ങൾ തള്ളി തള്ളി കൊണ്ടുപോകായിരുന്നു. അതായത് എന്ത് കാര്യമാണോ ചെയ്യേണ്ട എന്ന് മനുഷ്യരോട് പറയാ, ആ കാര്യം തന്നെ ചെയ്യാൻ മനുഷ്യർക്കൊരു ഒരു ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ആ റൂമിലേക്ക് പോകരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. അവിടെ വെച്ച് ഹൂഡോ എന്ന് പറഞ്ഞ മന്ത്രവാദത്തെ കുറിച്ച് നീ അറിയാനും അതിനെ തേടി പോവാനും പതിയെ പതിയെ നീ അത് വിശ്വസിക്കാനും വേണ്ടി തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കാത്തിരുന്നത്. ഇതേ നേരം തന്നെ വക്കീല് ആ റൂമിൽ നിന്ന് കിട്ടിയ പാപ്പ ജസ്റ്റിഫൈഡ് ആ ഒരു പഴയ കേസ് ഉണ്ടല്ലോ, മന്ത്രവാദങ്ങൾ ചൊല്ലുന്ന ആ ഒരു കേസറ്റ്, അത് അവിടെ വെച്ച് പ്ലേ ചെയ്യാണ്. ഇതേ നേരം തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന കരോളിന്റെ നേരെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കണ്ണാടി ഈ മുത്തശ്ശി തള്ളിവിടുകയാണ്. അതേ നിമിഷം തന്നെ ആ കണ്ണാടിയിൽ ഒരു വല്ലാത്ത പ്രതിബിംബത്തെ കരോളിൻ കാണുന്നുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട മാമ സിസിലിയ, അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈ, അവരുടെ ആ ഒരു ആത്മാവിന്റെ പ്രതിബിംബമാണ് അതിൽ കാണുന്നത്. ആ കണ്ണാടി വന്ന് നേരെ കരോളിന്റെ ദേഹത്തേക്ക് ഒരൊറ്റ അടിയാണ്. അതിന്റെ കൂടെ തന്നെ അവൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ തന്നെ അവളുടെ ബോധം നഷ്ടമാവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു നിലത്ത് വീണ ആ ഒരു കണ്ണാടി ആകെ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കരോളിന് യാതൊരു കുഴപ്പമില്ല. കണ്ണ് തുറന്ന കരോളിൻ പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ഇപ്പൊ ആ ഒരു ഭയമൊന്നുമില്ല. മാത്രമല്ല, നിലത്ത് വീണ് എടുക്കുന്ന ഒരു സിഗരറ്റിന്റെ പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അവൾ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ കരോളിൻ സ്മോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അല്ല 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 ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കരോളിൻ ഒരു വട്ടം മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സ്മോക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല, അതിന്റെ മണം തന്നെ കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ആ കരോളിൻ ഇപ്പൊ എങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്നത്? ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വക്കീൽ വരുന്നത്. വക്കീൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാമ സിസിലിയ, ഈ ബോഡി എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായോ? അപ്പൊ കരോളിൻ പറയാണ്, ആ കുഴപ്പമൊന്നുമില്ല, ഈ വെള്ളക്കാരുടെ ശരീരം നമ്മൾ വിചാരിച്ച അത്ര പോരാ. അതങ്ങനെയല്ലേ പാപ്പ ജസ്റ്റിഫൈ എന്ന് ചോദിക്കുകയാണ്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിച്ചത് എന്ന്? അതായത് ആ മുത്തശ്ശിയുടെ ആത്മാവ് നമ്മുടെ കരോളിന്റെ ഉള്ളിലും കയറി, അതുപോലെ തന്നെ കരോളിന്റെ ആത്മാവ് നേരെ പോയിട്ട് മുത്തശ്ശിയുടെ ഉള്ളിലേക്കും കയറി. എന്നാൽ ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ട്വിസ്റ്റ് അതൊന്നുമല്ല. വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ മാമ സിസിലിയുടെ ആത്മാവായിരുന്നു മുത്തശ്ശിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ആ ആത്മാവാണിപ്പോ കരോളിന്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വക്കീലിന്റെ ഉള്ളിലുള്ളത് പാപ്പ ജസ്റ്റിഫൈഡ് ആത്മാവാണ്. കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായില്ല അല്ലെ? വ്യക്തമാകണമെങ്കിൽ കുറച്ചധികം വർഷം പിന്നിലേക്ക് നമ്മൾ പോകണം. അതായത് അന്ന് ആ വലിയ പണക്കാരന്റെ വീട്ടിൽ പാർട്ടി നടക്കുന്ന ദിവസം അദ്ദേഹത്തിന് 2 കുട്ടികളെ കാണാതായില്ലേ? അവരെവിടുന്ന കിട്ടിയത്? മാമ സിസിലിയുടെയും പാപ്പ ജസ്റ്റിഫൈയുടെയും റൂമിൽ നിന്നാണ്. എന്നാൽ അവരെന്തോ ഒരു ചടങ്ങ് ആ സമയത്ത് ചെയ്യുകയായിരുന്നില്ലേ? ആ ചടങ്ങ് ശരിക്കും പൂർത്തിയായിട്ടില്ല എന്നാണ് അവരെല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഓൾറെഡി ആ ചടങ്ങ് പൂർത്തിയായതിനു ശേഷമാണ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഹോഡോ എന്ന പേരുള്ള ഈ മന്ത്രവാദം ഇത് ഉപയോഗിക്കുന്നത് തന്നെ പരകായ പ്രവേശത്തിന് വേണ്ടിയിട്ടാണ്. അതെന്താന്ന് മനസ്സിലായോ? ആത്മാവിനെ പരസ്പരം 2 ശരീരത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അന്ന് തന്നെ പാപ്പ ജസ്റ്റിഫൈ ആ ആൺകുട്ടിയുടെ ദേഹത്തേക്ക് അയാളുടെ ആത്മാവിനെ മാറ്റി. എന്നിട്ട് ആ കുട്ടിയുടെ ആത്മാവിനെ ഇയാളുടെ ഉള്ളിലേക്ക് കയറ്റി. അതുപോലെ തന്നെ മാമ സിസിലിയോ. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന ആ പണക്കാരൻ, അയാൾ തൂക്കി കൊന്ന മാമ സിസിലിയ, അതുപോലെ തന്നെ പാപ്പ ജസ്റ്റിഫൈ, ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അയാളുടെ മക്കളുടെ ആത്മാവ് തന്നെയായിരുന്നു. വേദന അനുഭവിച്ച് മരിച്ചതും അവര് തന്നെയായിരുന്നു. പിന്നീട് ആ കുട്ടികളുടെ ശരീരത്തിലാണ് മാമ സിസിലിയും പാപ്പ ജസ്റ്റിഫൈയും വളർന്നത്. അതിനിടയിൽ അവരുടെ അമ്മ ദുരൂഹമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നില്ലേ? അച്ഛനും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നില്ലേ? എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? ഇവര് തന്നെ കൊന്നതായിരിക്കും. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബംഗ്ലാവ് മേടിക്കാനായിട്ട് നമ്മുടെ ഈ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. അവരുടെ ദേഹത്തേക്കും ഈ 2 പേരും പരകായ പ്രവേശനം ചെയ്തു വന്നു. അങ്ങനെ മുത്തശ്ശിയുടെ ഉള്ളിലേക്ക് മാമ സിസിലി കയറി, മുത്തശ്ശന്റെ ഉള്ളിലേക്ക് പാപ്പ ജസ്റ്റിഫൈ കയറി. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നു പോകണം. ഇവർക്ക് 2 പേർക്കും പ്രായമായി. അപ്പൊ യുവത്തുള്ള ഒരു ശരീരം ഇവർക്ക് വേണ്ടേ? അങ്ങനെ ഇരിക്കെ ഇങ്ങോട്ടേക്ക് വന്ന വക്കീലിന്റെ ദേഹത്തും ഇതേ പരകായ പ്രവേശനം ചെയ്യാണ്. അതായത് പാപ്പ ജസ്റ്റിഫൈഡ് ആത്മാവ് ഇപ്പോൾ ഉള്ളത് വക്കീലിന്റെ ഉള്ളിലാണ്. വക്കീലിന്റെ ആത്മാവോ അത് ഉള്ളതാണ് അപ്പൂപ്പന്റെ ശരീരത്തിന്റെ ഉള്ളിൽ. സോ അപ്പൂപ്പൻ ആരാണ് ശരിക്കും? വക്കീല്. നിങ്ങൾക്ക് തലയിങ്ങനെ കറങ്ങുന്നുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് തുടക്കം മുതലേ ആ അപ്പൂപ്പൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത്? അപ്പൂപ്പൻ എല്ലാ കാര്യവും മനസ്സിലായി. അപ്പൂപ്പന്റെ ശരീരത്തിന്റെ ഉള്ളിലല്ല അപ്പൂപ്പൻ ഇപ്പോൾ ഉള്ളത്. അപ്പൂപ്പന്റെ ഉള്ളിൽ ശരിക്കും വക്കീലിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് പല തവണയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ നോക്കിയതും നമ്മുടെ കരോളിനോട് സഹായം ചോദിച്ചതും. ഇതേ നേരം തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മുത്തശ്ശി അവരുടെ കാലൊടിഞ്ഞ് വല്ലാത്ത വേദനയിലാണ്. അതുപോലെ മുത്തശ്ശിയുടെ മുഖത്ത് നല്ല ഭയമുണ്ട്. കാരണം എന്താ? കരോളിന്റെ ആത്മാവ് ഇപ്പോൾ ഉള്ളത് മുത്തശ്ശിയുടെ ദേഹത്താ. അതുപോലെ തന്നെ ഇവർ 2 പേരും ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് സ്വാപ്പ് ചെയ്താൽ, അതായത് പരകായ പ്രവേശനം ചെയ്താൽ മറ്റേ ശരീരത്തിനെ തളർത്തി കളയാൻ വേണ്ടി ഒരു മരുന്ന് ഇവർ കൊടുക്കും. അങ്ങനെ ആ മരുന്ന് കൊടുത്തത് കൊണ്ടാണ് അപ്പൂപ്പന്റെ ബോഡി അങ്ങനെ തളർന്നു പോയത്. അതേ മരുന്ന് തന്നെ ഇവരിപ്പോ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ കരോളിന്റെ സുഹൃത്തായിട്ടുള്ള ട്രോളിയും ഇവരൊക്കെ വരുന്നുണ്ട്. ഇവരോടൊന്നും സംസാരിക്കാൻ നമ്മുടെ മുത്തശ്ശിക്ക് പറ്റുന്നില്ല. മുത്തശ്ശിയുടെ ഉള്ളിൽ കരോളിന്റെ ആ ഒരു ആത്മാവാണല്ലോ. മാത്രമല്ല അവിടെ വെച്ച് എന്താണ്
എന്താണോ കാരോളിന്റെ ഉള്ളിലുള്ള മാമാ സിസിലിയും അതുപോലെ തന്നെ വക്കീലിന്റെ ഉള്ളിലുള്ള പാപ്പ ജസ്റ്റിഫൈയും പറയുന്നത് ആ കഥ മാത്രമല്ലേ പോലീസുകാർ വിശ്വസിക്കുള്ളൂ. ഈ കാരോളിന്റെ ഉള്ളില് ശരിക്കും മാമാ സിസിലിയാണ്. എന്നിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ കാരോളിനെ പോലെ തന്നെ അഭിനയിച്ച് എല്ലാവരുടെ മുന്നിൽ പെരുമാറുകയാണ്. ഇതേ നേരം തന്നെ വക്കീല് വന്നിട്ട് ട്രോളിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ കൂട്ടുകാരി എന്തായാലും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോ അവള് നന്നായിട്ട് ഈ അപ്പൂപ്പനെയും അമ്മൂമ്മയും നോക്കിയതാ കൊണ്ട് തന്നു. അവരുടെ എല്ലാ സ്വത്തും കാരോളിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ കൂട്ടുകാരി വലിയ ഭാഗ്യവതിയാണ് കേട്ടോ. പിന്നീട് ഇവിടെ വന്ന പോലീസുകാരും ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു പോവാണ്. അതായത് മാമാ സിസിലിയ, പാപ്പ ജസ്റ്റിഫൈ, ഇവർക്ക് മരണമില്ല. എന്നും എക്കാലത്തും അവർക്ക് ഈ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കണം. അതിനായിട്ട് ഒരു നിശ്ചിത വർഷം കഴിയുന്ന സമയത്ത് ഇവർ ഓരോ ഇരകളെ കണ്ടുപിടിക്കും, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, പിന്നീട് അവരുടെ ശരീരം ഉപയോഗിക്കും. ഇതിങ്ങനെ ഇനി നടന്നുകൊണ്ടേയിരിക്കും. സോ ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള എൻഡിങ്ങോട് കൂടിയിട്ടാണ് സിനിമ ഇവിടെ തീരുന്നത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഈ ഒരു ക്ലൈമാക്സ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അവസാനം എന്താ സംഭവിച്ചത് എന്ന് കേട്ട് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. എന്തായാലും അടുത്ത നല്ലൊരു കഥയുമായിട്ട് ഞാൻ നാളെ തന്നെ വരാം. അപ്പൊ അതുവരെ ഓക്കെ, ബൈ.